ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 മെയ് മാസ ഫലമാണ്. 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലം. അത് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് കൂടുതൽ ഐശ്വര്യപ്രദമായി തീരുന്ന ഈ സന്ദർഭത്തിൽ ചിങ്ങം രാശിക്കാർക്കും ദൈവാധീനമുള്ള ഒരു സന്ദർഭം. അഭിവൃദ്ധികൾ വന്നിച്ചേരും. ഏറ്റവും പ്രധാനം ആരോഗ്യമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നിച്ചേരും. വ്യാഴം രാശിയിലേക്ക് പ്രവേശിച്ച് ഈ മെയ് മാസം ഇപ്പോൾ മൗഢ്യത്തിലാണ്. 3-ാം തീയതി മുതൽ മെയ് മാസം 3-ാം തീയതി മുതൽ ഈ മാസം വ്യാഴഗ്രഹം മൗഢ്യത്തിൽ നിൽക്കുന്നതിനാൽ ഒരു പവറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. കൂടാതെ ശുക്രനും മൗഢ്യം വരുന്നുണ്ട്. അത് തൊഴിൽ സ്ഥാനാധിപൻ കൂടിയാണ് ഈ ചിങ്ങം രാശിക്കാർക്ക്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് തൊഴിൽ സ്ഥാനാധിപന് മൗഢ്യം വന്നിരിക്കും. തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴവും അത് ഭാഗ്യാധിപനും ഈ മാസം മൗഢ്യമുള്ളതിനാൽ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതീവ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ്. പ്രവർത്തന രംഗങ്ങളിലും സംസാരത്തിലും ഒക്കെ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് 3-ാം ഭാവത്തിൻ്റെ കൂടി അധിപനാണ്. 3 എന്ന് പറയുമ്പോൾ കലാപരമായിട്ടും മറ്റ് അധിക സാഹസികതയുടെയും ഒക്കെ ഭാവമാണ്. കലാരംഗത്തും കലയുമായി ബന്ധപ്പെട്ട ആവാന്തര വിഭാഗങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഡിസൈനേഴ്സ്, അതുപോലെ തന്നെ അഭിനയിക്കുന്നവരെ, പാട്ടുകാരെ, വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ, അങ്ങനെ അനവധിയായ കലകൾ, അതായത് ശില്പചാതുരിയോടുകൂടിയ ഗൃഹങ്ങൾ നിർമ്മിക്കുന്നവർ, അവരൊക്കെ ജാഗ്രതയോടുകൂടി വേണം പ്രവർത്തന രംഗത്ത് ഏർപ്പെടുവാൻ. കൈവർക്കത്ത് വർത്തിക്കുന്നതിനും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തന്നാൽ ഭരിക്കപ്പെടുന്ന 2-ാം ഭാവത്തിൽ കേതു എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രഹം നിൽക്കുന്നതിനാൽ ഈ നക്ഷത്രക്കാർക്ക് സ്വയം തന്നെ സംസാരം കൊണ്ട് ചിലപ്പോൾ ചില പിഴവുകൾ വരിക മൂലം അവസരങ്ങൾ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. മറ്റുള്ളവർ നമ്മുടെ അറിവ് തട്ടിയെടുത്ത് കാര്യം കാണുന്ന സ്ഥിതി ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത ആവശ്യം. വിദ്യാർത്ഥികൾക്ക് ടെസ്റ്റുകളൊക്കെ എഴുതുമ്പോഴും ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോഴും വേണ്ട രീതിയിൽ പെർഫോം ചെയ്യുവാൻ പ്രത്യേകം മുൻകരുതൽ അത്യാവശ്യമായിരിക്കുന്ന ഒരു മാസവും കൂടിയാണ്. അധിക കടങ്ങളൊന്നും സൂചകമല്ല. ദാമ്പത്യ ഭാവമായ 7ാം ഭാവത്തിൽ ശനി സ്ഥിതി ചെയ്യുന്നതിനാൽ അവിടെ ദാമ്പത്തിക ജീവിതത്തിൽ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും പാരമ്പര്യ രീതി അനുസരിച്ചുള്ള ഐശ്വര്യപൂർണമായ ഒരു കുടുംബജീവിതം നയിക്കുന്നതിനുള്ള എല്ലാ ദൈവാനുഗ്രഹവും ഉള്ള കാലവും കൂടിയാണ്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ ഈ മെയ് മാസത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ഐശ്വര്യപ്രദം. എങ്കിലും എല്ലാ വ്യക്തികളും മനസ്സ് നെഗറ്റീവാകാതെ ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പ്രവർത്തിക്കുക. വിജയങ്ങൾ വന്നു ചേരും. വിദേശത്തായിരിക്കുന്നവർക്കും നല്ല ഒരു ചാൻസ് കിട്ടുവാൻ യോഗമുണ്ട്. അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഉണ്ട്. വന്നു ചേരുന്ന ധനം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. അത് ഒരു വളരെ പ്രത്യേകമായ ഒരു കാര്യവുമാണ്. അത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും, പ്രത്യേകിച്ച് കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും,
മെഡിക്കൽ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരായാലും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി. ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ ഗോചര ഫലങ്ങളാണ്. അധിക കഷ്ടനഷ്ടങ്ങളൊക്കെ അനുഭവിക്കുന്നവരും മറ്റ് ദോഷങ്ങളൊന്നും വരാതിരിക്കുവാനും ഒക്കെ ജാതകം നോക്കി ഒരു പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഐശ്വര്യപ്രദവുമാണ്, വിജയപ്രദവുമാണ്.